ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ചിജ്ജട ചിന്തനം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ജീവൻ മുക്തന് സുവ്യക്തമാകുന്ന ചിജ്ജട രഹസ്യം ജഡദൃശ്യങ്ങളെ ഒഴിച്ചുമാറ്റി സമാധിയിൽ സൂര്യതുല്യം ചിത്തിനെ സാക്ഷാത്കരിക്കാമെന്നും തുടർന്ന് ഈശ്വരകാരുണ്യമുണ്ടായാൽ ജീവൻ മുക്തി നേടാമെന്നും വെളിപ്പെട്ടു. ജീവൻ മുക്തി കൈവരുന്നതോടെ നിലനിൽപ്പിലെ ഘടകങ്ങളായ ചിജ്ജടങ്ങളുടെ രഹസ്യം അനുഭവത്തിൽ തെളിയുന്നതെങ്ങനെ എന്നാണ് 4-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. 4. മതി തൊട്ടു മണം മുതലഞ്ചുമുണർന്നരുളോളവുമുള്ളതു ചിന്മയമാം ക്ഷിതി തൊട്ടിരുളോളമഹോ ജഡമാമിതു രണ്ടിലുമായ മരുന്നഖിലം. മതി തൊട്ട് ബുദ്ധി തുടങ്ങി മണം മുതൽ 5 ഗന്ധം തുടങ്ങി രസം, രൂപം, സ്പർശം, ശബ്ദം എന്നീ 5 ഉണർന്ന് അറിഞ്ഞ് അരുളോളവും ഞാൻ ഞാൻ എന്ന ബോധ അനുഭവം വരെ ഉള്ളത് മാറ്റമില്ലാതെ തുടരുന്ന സത്യം ചിന്മയമാം ചിത്തു മാത്രമാണ്. ക്ഷിതി തൊട്ടിരുളോളം ഭൂമി മുതൽ ശൂന്യമായ അജ്ഞാനം വരെ ജഡമാം ജഡം തന്നെയാണ്. ഇത് രണ്ടിലുമായി, ഈ ചിത്തിലും ജഡത്തിലുമായി അഖിലം നിലനിൽപ്പിലെ സർവരഹസ്യവും അമരുന്നു, അടങ്ങിയിരിക്കുന്നു. അഹോ ആശ്ചര്യം! ബുദ്ധി തുടങ്ങി ഗന്ധരസാദി പഞ്ച തന്മാത്രകളെ അറിഞ്ഞ് ഞാൻ ഞാൻ എന്ന ബോധാനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളിലും മാറ്റമില്ലാതെ തുടരുന്ന സത്യം ചിത്തു മാത്രമാണ്. ഭൂമി മുതൽ അജ്ഞാനം വരെ കാണപ്പെടുന്നതൊക്കെ ജഡവും ഈ ചിത്തിലും ജഡത്തിലുമായി നിലനിൽപ്പിലെ സർവരഹസ്യവും അടങ്ങിയിരിക്കുന്നു. അനുഭവമണ്ഡലം ചിത്തിനെ കാട്ടിത്തരുന്നു. പ്രപഞ്ചം അനുഭവമാണ്. ആരുടെ അനുഭവം? ചിത്തിൻ്റെ അഥവാ ബോധത്തിൻ്റെ. ബോധമുണ്ടോ? പ്രപഞ്ചമുണ്ട്. ബോധമില്ലയോ? പ്രപഞ്ചമില്ല. ലളിതമായ ഈ യുക്തി കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ വസ്തുരൂപേണയുള്ളത് ബോധമാണെന്ന് തെളിയുന്നു. സ്വർണമുണ്ടോ? ആഭരണമുണ്ട്. സ്വർണമില്ലയോ? ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്ന വൈവിധ്യങ്ങളിൽ വസ്തുരൂപേണയുള്ളത് സ്വർണം മാത്രം എന്ന് തെളിയുന്നത് പോലെ അപ്പോൾ മാല, വള, മോതിരം എന്നീ മട്ടിൽ പ്രകടമാകുന്ന രൂപവൈവിധ്യങ്ങളും അവയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരുകളുമോ സ്വർണമെന്ന വസ്തുവിൽ വിശേഷിച്ച് വേറെ വസ്തുസത്തയൊന്നുമില്ലാതെ ഉണ്ടായി മറയുന്ന വെറും കാഴ്ചകൾ. അതുപോലെ എല്ലാ ജഡരൂപങ്ങളും നാമങ്ങളും ബോധത്തിൽ വിശേഷിച്ച് വേറെ വസ്തുസത്തയൊന്നുമില്ലാതെ പൊന്തി മറയുന്ന വെറും കാഴ്ചകൾ. നിലനിൽപ്പിൻ്റെ ഈ രഹസ്യം അനുഭവതലങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗുരുദേവൻ ആദ്യത്തെ 2 വരികളിൽ. ആർക്കായാലും 3 തലങ്ങളിൽ മാത്രമേ പ്രപഞ്ചം അനുഭവ വിഷയമാകുന്നുള്ളൂ. അവയാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ. ഈ അനുഭവ തലങ്ങളെയാണ് ഗുരുദേവൻ മതി തൊട്ട് മണം മുതൽ 5 ഉണർന്ന അരുളോളവും എന്ന ഭാഗം കൊണ്ട് സംഗ്രഹിച്ചിരിക്കുന്നത്. മതി തൊട്ട് മണം മുതൽ 5 ഉണർന്നു വർത്തിക്കുന്ന അനുഭവതലമാണ് ജാഗ്രത്. ഉണർന്നിരുന്ന് പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി അനുഭവിക്കുന്ന അവസ്ഥയാണല്ലോ ജാഗ്രത്. ചിത്തവും ഇന്ദ്രിയങ്ങളും ജാഗ്രത്തിൽ ഉണർന്നു വർത്തിക്കുന്നു. മണം മുതൽ 5 ഉണർന്നു വർത്തിക്കുന്നതാണ് പഞ്ചേന്ദ്രിയ അനുഭവം. അരുള് എന്ന പദം കൊണ്ട് അനുഭവങ്ങളുടെ മുഴുവൻ കേന്ദ്രമായ ഞാൻ എന്ന ബോധാനുഭവത്തെയാണ് കുറിക്കുന്നത്. ജാഗ്രത്തിൽ തുടങ്ങി
അരുളോളവും എന്ന പ്രയോഗം കൊണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവങ്ങളെയും സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ഉണർവ്, സ്വപ്നം, ഉറക്കം എന്നീ 3 അനുഭവങ്ങളും ഞാൻ എന്ന ഒരേ ബോധത്തിന് ദിവസേന മാറി മാറി പ്രത്യക്ഷപ്പെടുന്നു. ഉണർവിൽ സ്വപ്നമോ ഉറക്കമോ ഇല്ല, സ്വപ്നത്തിൽ ഉണർവോ ഉറക്കമോ കാണുവാനില്ല. ഇതുതന്നെയാണ് ഉറക്കത്തിലെയും കഥ. ഒരനുഭവത്തിൽ മറ്റൊരനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ മാറി മാറി വരുന്ന വെറും കാഴ്ചകളാണെന്ന് നിർണയിക്കാം. എന്നാൽ മാറ്റമില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിലേ ഈ കാഴ്ചകൾക്ക് മാറി മാറി പ്രത്യക്ഷപ്പെടാനും മറയാനും കഴിയൂ. മാറ്റമില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിലേ ഈ കാഴ്ചകൾക്ക് മാറി മാറി പ്രത്യക്ഷപ്പെടാനും മറയാനും കഴിയൂ. അങ്ങനെ മാറ്റമില്ലാതെ ഈ കാഴ്ചകൾക്ക് ആശ്രയമായി നിൽക്കുന്ന കാഴ്ചക്കാരനായ വസ്തുവാണ് ചിത്ത് അഥവാ ബോധം. ഉണർന്നിരുന്ന ഞാൻ തന്നെയാണ് ഉറങ്ങിയത്, ഉറങ്ങിയ ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്, സ്വപ്നം കണ്ട ഞാൻ തന്നെയാണ് ഉണർന്നത് എന്നിങ്ങനെ ഒരേ ബോധം തന്നെയാണ് ഈ അവസ്ഥകൾ മാറി മാറി അനുഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അനുഭവമുള്ളതാണല്ലോ. ഇനി ഓരോ അനുഭവ തലത്തിലും മാറി മാറി വരുന്ന പ്രത്യേകം പ്രത്യേകം കാഴ്ചകളെയെല്ലാം മാറാതെ നിന്ന് അനുഭവിക്കുന്നതും ബോധമാണല്ലോ. ജാഗ്രത്തിൽ സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, മൃഗം, രാമൻ, കൃഷ്ണൻ എന്നിങ്ങനെ ഒന്നിനൊന്ന് മാറി പലതും അനുഭവ വിഷയമായിക്കൊണ്ടിരിക്കും. സ്വപ്നത്തിലെയും കഥ ഇതുതന്നെ. എന്നാൽ മാറി മാറി വരുന്ന എല്ലാ നാമരൂപങ്ങളെയും അറിഞ്ഞനുഭവിക്കുന്നയാൾ ഒന്നു തന്നെയാണെന്നാണല്ലോ എല്ലാവർക്കും അനുഭവം. ജാഗ്രത്തിലും സ്വപ്നത്തിലും മാറാതെ നിന്ന് നിരവധി ദൃശ്യങ്ങളെ അനുഭവിച്ച ഞാൻ തന്നെയാണ് ഉറക്കത്തിൽ ഒരിരുണ്ട ആവരണം പുതച്ച് സുഖിക്കുന്നത് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. മാറാതെ നിൽക്കുന്ന ഞാൻ ഇല്ലെന്നു വന്നാൽ മാറി വരുന്ന എല്ലാ കാഴ്ചകളും ആ നിമിഷം ശൂന്യമായി തീരുകയും ചെയ്യും. ഈ വിശകലനത്തിൽ നിന്നും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളിൽ മാറ്റമില്ലാതെ ഉള്ളതായി തുടരുന്ന വസ്തുസത്ത ബോധമാണെന്ന് വ്യക്തമാണല്ലോ. ഇക്കാര്യമാണ് ഉള്ളത് ചിന്മയമാം എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളിലെ മാറി മാറി വരുന്ന ദൃശ്യങ്ങൾ ജഡം. അനുഭവതലങ്ങളിൽ മാറി മാറി വരുന്ന കാഴ്ചകൾക്കിടയിൽ മാറാതെ ഉള്ളതായി വിളങ്ങുന്നത് ബോധമാണെന്ന് സമ്മതിക്കാം. അപ്പോൾ മാറി മാറി വരുന്ന കാഴ്ചകൾ എന്താണ്? മാറി മാറി വരുന്ന കാഴ്ചകളാണ് ജഡങ്ങൾ. ജാഗ്രത്തിലും സ്വപ്നത്തിലും അനുഭവിക്കപ്പെടുന്നതൊക്കെ പഞ്ചഭൂതങ്ങളോ അവയുടെ തന്മാത്രകളോ ആയി വേർതിരിയുന്നതാണ്. ജാഗ്രത്തിലും സ്വപ്നത്തിലും അനുഭവിക്കപ്പെടുന്നതൊക്കെ പഞ്ചഭൂതങ്ങളോ അവയുടെ തന്മാത്രകളോ ആയി വേർതിരിയുന്നതാണ്. അന്തഃകരണം അഥവാ ചിത്തം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെന്ന തന്മാത്രകളുടെ സംഘാതമാണ്. ഈ അന്തഃകരണത്തിൻ്റെ തനിച്ചുള്ള പ്രകടനമാണല്ലോ സ്വപ്നം. അതുകൊണ്ട് സ്വപ്നദൃശ്യങ്ങളെല്ലാം പഞ്ചതന്മാത്രകളിൽ ഉൾപ്പെടുന്നവയേ ഉള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ പുറമേ അനുഭവപ്പെടുന്ന ഏതു ദൃശ്യവും പഞ്ചഭൂതങ്ങളായി വേർതിരിയുമെന്ന് നാം കണ്ടുവല്ലോ. അനുഭവതലങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ പെടാത്തതായി തോന്നുന്ന ഒരേ ഒരു ദൃശ്യം സുഷുപ്തിയിലെ ആവരണമാണ്. ഇതിനെയാണ് ശാസ്ത്രം അജ്ഞാന ആവരണം എന്നും അവിദ്യയെന്നും ഒക്കെ പറയുന്നത്. പരമാർത്ഥത്തിൽ ഈ അജ്ഞാനമറ പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ അവ്യക്ത രൂപമാണെന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. പരമാർത്ഥത്തിൽ ഈ അജ്ഞാനമറ പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ അവ്യക്ത രൂപമാണെന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. എങ്കിലും ഗുരുദേവൻ ഇതിനെ പഞ്ചഭൂതങ്ങളിൽ നിന്നും വേർപെടുത്തി ഇരുൾ എന്ന പേര് കൊടുത്ത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അനുഭവതലങ്ങളിൽ അനുഭോക്താവിനാൽ അനുഭവിക്കപ്പെടുന്ന പഞ്ചഭൂതങ്ങളെയും അജ്ഞാനമറയെയും സംഗ്രഹിച്ചുകൊണ്ടാണ് ക്ഷിതി തൊട്ടിരുളോളം എന്ന് പ്രസ്താവിക്കുന്നത്. ഇത്രയും ജഡമാണ്. ജഡ ചിത് രഹസ്യം. ഉള്ള വസ്തുവിൽ വിശേഷിച്ച് വേറെ വസ്തുസത്തയൊന്നുമില്ലാതെ പൊന്തി മറയുന്ന രൂപങ്ങളാണ് ജഡങ്ങൾ.
വസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുശക്തിയാണ് ഇത്തരം രൂപങ്ങളെ വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും ചെയ്യുന്നത്. അഖണ്ഡ സത്യമായ ചിത്തിൽ ആ ശക്തി സ്പന്ദിച്ച് ഉളവാക്കിയ ആദ്യത്തെ വികാരമാണ് ആകാശം. പദാർത്ഥങ്ങൾക്ക് ഇരിക്കാനുള്ള ഇടം എന്നാണ് ആകാശത്തിൻ്റെ സ്വരൂപം. ഇടത്തോടൊപ്പം ശബ്ദം എന്ന ഗുണവും ആകാശസ്വരൂപത്തിലടങ്ങുന്നു. ഇടം, ശബ്ദം എന്നീ സ്വരൂപങ്ങൾ ബോധത്തിലെ ഉണ്മയിലാണ് ആവിർഭവിച്ചതെന്നോർക്കണം. ഇങ്ങനെ ആകാശം ഉണ്ട് എന്ന അനുഭവം സിദ്ധമാകുന്നു. ഇവിടെ സ്വർണത്തിൽ വളയുടെയോ മാലയുടെയോ രൂപം ആവിർഭവിച്ചതുപോലെയാണ് ഉണ്മയിൽ അഥവാ ബോധത്തിൽ ഇടം, ശബ്ദം എന്ന ആകാശസ്വരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വളയുടെയോ മാലയുടെയോ രൂപം മാറിയാലും സ്വർണം ബാക്കി നിൽക്കും. അതുപോലെ ആകാശമുണ്ട് എന്ന അനുഭവത്തിൽ ആകാശത്തിൻ്റെ സ്വരൂപമായ ഇടവും ശബ്ദവും അപ്രത്യക്ഷമായാലും ബോധത്തിൻ്റെ സ്വരൂപമായ ഉണ്മ ബാക്കി നിൽക്കും. ഉണ്മയിൽ ഇങ്ങനെ ഉണ്ടായി മറയുന്ന ആകാശസ്വരൂപങ്ങളായ ഇടവും ശബ്ദവും അതിനാൽ ജഡം എന്നറിയപ്പെടുന്നു. തുടർന്ന് ശക്തി സ്പന്ദിച്ചാൽ വായു ഉണ്ട് എന്ന അനുഭവം സംജാതമാകുന്നു. ആകാശത്തിൻ്റെ സ്വരൂപമായ ശബ്ദത്തോടൊപ്പം പുതുതായി ചലനവും സ്പർശവും എന്ന രണ്ടംശങ്ങൾ കൂടി ചേർത്താണ് ശക്തി വായുവിൻ്റെ അനുഭവം ഉളവാക്കുന്നത്. വായു ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം ചലനത്തെയും സ്പർശത്തെയും ഉപേക്ഷിക്കുകയാണെങ്കിൽ അതോടെ വായു അപ്രത്യക്ഷമാവും. ബോധം ബാക്കി നിൽക്കുകയും ചെയ്യും. അതിനാൽ വായു ഉണ്ട് എന്ന അനുഭവത്തിലെ ചലനവും സ്പർശവും ജഡരൂപങ്ങളാണ്. ബോധത്തിൻ്റേതായ ഉണ്മ മാത്രം സത്യം. തുടർന്ന് തേജസ്സുണ്ട് എന്ന അനുഭവത്തിൽ ഉണ്മയിൽ തേജോരൂപങ്ങളായ ചൂടും പ്രകാശവും ആവിർഭവിക്കുന്നു. ജലത്തിൽ ജലരൂപങ്ങളായ ദ്രവത്വവും രസവും ഉണ്മയോടൊപ്പം ആവിർഭവിക്കുന്നു. ഭൂമിയിൽ അതിൻ്റേതായ കാഠിന്യവും ഗന്ധവും ആവിർഭവിക്കുന്നു. പിന്നീട് ആവിർഭവിക്കുന്ന ജഡങ്ങൾക്ക് അതാതിൻ്റെ വിശേഷ രൂപങ്ങളോടൊപ്പം മുൻപുള്ളവയുടെ ഓരോ അംശവും കൂടി വ്യക്തമായി പകർന്നു കിട്ടുന്നു. അങ്ങനെ ഭൂമിയുടെ സ്വരൂപത്തിൽ സ്വാംശമായ ഗന്ധത്തോടൊപ്പം ആകാശം, വായു, തേജസ്, ജലം എന്നിവയുടെ അംശങ്ങളായ ശബ്ദ, സ്പർശ, രൂപ, രസങ്ങളും പകർന്നു കിട്ടുന്നു. അപ്പോൾ ഭൂമിയുണ്ട് എന്ന അനുഭവത്തിൽ ഭൂമിയുടേതായ കാഠിന്യവും ശബ്ദസ്പർശ രൂപരസങ്ങളും ബോധത്തിൻ്റേതായ ഉണ്മയുമടങ്ങുന്നു. ഇതിൽ കാഠിന്യം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നിവയെ ബോധം ഉപേക്ഷിച്ചാൽ അവ മറയും. ഇതിൽ കാഠിന്യം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നിവയെ ബോധം ഉപേക്ഷിച്ചാൽ അവ മറയും. ബോധത്തിൻ്റെ സ്വരൂപമായ ഉണ്മ മാത്രം ബാക്കി നിൽക്കും. ഇത്രയും കൊണ്ട് പഞ്ചഭൂത അനുഭവങ്ങളെല്ലാം ജഡത്തിൻ്റെയും ചിത്തിൻ്റെയും സങ്കലനമാണെന്ന് തെളിഞ്ഞല്ലോ. സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ഇരുട്ടിൻ്റെയും രഹസ്യം ഇതുതന്നെ. ഗാഠനിദ്ര ഒരനുഭവമാണെന്ന കാര്യം ആരും നിഷേധിക്കുകയില്ലല്ലോ. അനുഭവവേളയിൽ അത് വ്യക്തമായി തെളിയുന്നില്ലെന്നുള്ളത് വാസ്തവം. എങ്കിലും ഉണരുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് വ്യക്തമായി സ്മരിക്കാൻ കഴിയുന്നു. അനുഭവിക്കാത്തത് സ്മരിക്കുക വയ്യല്ലോ. ഈ സ്മരണയെ വിശകലനം ചെയ്താൽ ഉറക്കത്തിൽ സുഖസ്വരൂപനായ ഞാൻ ഉണ്ടായിരുന്നുവെന്നും എന്നെ അറിവില്ലായ്മയുടെ മറ മൂടിയിരുന്നുവെന്നും തെളിയുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. അനുഭവിക്കാത്തത് സ്മരിക്കുക വയ്യല്ലോ. ഈ സ്മരണയെ വിശകലനം ചെയ്താൽ ഉറക്കത്തിൽ സുഖസ്വരൂപനായ ഞാൻ ഉണ്ടായിരുന്നുവെന്നും എന്നെ അറിവില്ലായ്മയുടെ മറ മൂടിയിരുന്നുവെന്നും തെളിയുന്നു. ഉറക്കത്തിലെ ബോധസത്തയായ ഞാൻ ഉണർവിൽ മറ കൈവെടിഞ്ഞ് ഉണർന്നു വരുന്നതുകൊണ്ട് തന്നെ ഉറക്കത്തിലെ ഇരുണ്ട മറ കൈവെടിയാവുന്ന ജഡമാണെന്നും ഞാൻ എന്ന ചിത്തുമാത്രം സത്യമാണെന്നും തെളിയുന്നു. ഇങ്ങനെ ഭൂമി മുതൽ അജ്ഞാന ആവരണം വരെയുള്ള പ്രപഞ്ച അനുഭവങ്ങളെ വിശകലനം ചെയ്താൽ അവ രണ്ടേ രണ്ട് ഘടകങ്ങളിൽ ഒതുങ്ങുമെന്നും കാണാൻ കഴിയും.
ആ ഘടകങ്ങളാണ് ചിത്തും ജഡവും. ഇവയിൽ ജഡാനുഭവം ഭ്രമവും ചിദനുഭവം സത്യവും എന്ന് കാണേണ്ടതാണ്. ബ്രഹ്മാനുഭവവും സത്യാനുഭവവുമല്ലാതെ മൂന്നാമതൊരനുഭവം ഇല്ലതാനും. ഇക്കാര്യമാണ് ഗുരുദേവൻ ഇത് രണ്ടിലുമായമരുന്നഖിലം എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജഡാനുഭവം അനിർവചനീയം. സ്പന്ദിച്ചുയർന്ന് അജ്ഞാന ആവരണം മുതൽ ഇങ്ങോട്ടുള്ള ജഡരൂപങ്ങളെ ഉണ്ടാക്കി അഴിക്കുന്ന ശക്തിയെ നിർവചിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. ഒരു വസ്തുവിൻ്റെയും ശക്തിയെ യുക്തിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അഗ്നിക്ക് ദഹനശക്തിയുണ്ട്, വായുവിന് ചലനശക്തിയുണ്ട്, ജലത്തിന് ദ്രവശക്തിയും ഭൂമിക്ക് കാഠിന്യശക്തിയുമുണ്ട്. ഇവയൊക്കെ എന്ത്, എങ്ങനെ, എന്തിന് എന്നൊക്കെ ചിന്തിച്ചാൽ യുക്തിക്കൊന്നും പിടികിട്ടുന്നതല്ല. വസ്തുശക്തിയെ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഊഹിക്കാമെന്നല്ലാതെ നേരിട്ട് കാണാനും പറ്റുന്നതല്ല. ഒരിക്കൽ കൂടി വായിക്കാം. വസ്തുശക്തിയെ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഊഹിക്കാം എന്നല്ലാതെ നേരിട്ട് കാണാനും പറ്റുന്നതല്ല. ബോധവസ്തുവിൽ പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കി അഴിക്കുന്ന ശക്തിയുടെയും സ്ഥിതി ഇതുതന്നെ. ഈ ശക്തിയുടെ വ്യക്തമായ സ്വരൂപം എന്ത്, എന്തിനിങ്ങനെ ഒരു സൃഷ്ടിസ്ഥിതി സംഹാര പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നിത്യാദി ചോദ്യങ്ങൾക്കൊന്നും യുക്തിക്ക് ഒരു പിടിയും ഒരു മറുപടിയും കിട്ടുന്നതല്ല. അന്തിമ വിശകലനത്തിൽ ശക്തിയും ശക്തികാര്യങ്ങളും വസ്തുസ്വഭാവം മാത്രമാണെന്ന തീരുമാനത്തിലാണ് സത്യദർശികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് വസ്തുബോധം വന്നയാൾക്ക് നാമരൂപങ്ങളെ പുറംതള്ളി എവിടെയും വസ്തുവിനെ തന്നെ കാണാൻ കഴിയുന്നു. ബ്രഹ്മശക്തിയായ മായയ്ക്ക് അനുഭവത്തെ മുൻനിർത്തി 3 രൂപങ്ങളുണ്ടാവാം. സത്യ, അനിർവചനീയ, തുച്ഛ എന്നിവയാണ് ആ രൂപങ്ങൾ. ബ്രഹ്മശക്തിയായ മായയ്ക്ക് അനുഭവത്തെ മുൻനിർത്തി 3 രൂപങ്ങൾ ഉണ്ടാവാം. സത്യ, അനിർവചനീയ, തുച്ഛ എന്നിവയാണ് ആ രൂപങ്ങൾ. വസ്തുവെന്തെന്ന് തിരയാത്ത ലൗകികന് മായയും മായാകാര്യങ്ങളായ ജഡരൂപങ്ങളുമാണ് സത്യം. അതുകൊണ്ട് അയാൾക്ക് മായ സത്യയാണ്. ഒരു യുക്തിചിന്തകന് ഈ ശക്തിയുടെ രഹസ്യം ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുകയില്ല. അതുകൊണ്ട് അനിർവചനീയമാണ്. വസ്തുവിനെ തിരയുന്ന സത്യദർശിയുടെ മുൻപിൽ നിന്ന് ഈ ശക്തിയും അതിൻ്റെ കാര്യങ്ങളും ക്രമേണ അകന്നു മറയുന്നു. വസ്തുവിനെ തിരയുന്ന സത്യദർശിയുടെ മുമ്പിൽ നിന്ന് ഈ ശക്തിയും അതിൻ്റെ കാര്യങ്ങളും ക്രമേണ അകന്നു മറയുന്നു. അതുകൊണ്ട് വസ്തുബോധം വന്നയാൾക്ക് മായ തുച്ഛയാണ്. മായയുടെയും മായാകാര്യങ്ങളായ ജഡരൂപങ്ങളുടെയും അദ്ഭുത സ്വഭാവം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ അഹോ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ സത്യദർശനം പരമ്പരാഗതമായി ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിലനിൽപ്പിൻ്റെ പരമസത്യം സൂര്യതുല്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ കണ്ടുപിടുത്തമല്ല. ഉപനിഷത്തുക്കളാണ് ഈ സത്യം സംശയാതീതമായി വിവരിച്ചു തരുന്ന ഗ്രന്ഥങ്ങൾ. അവയുടെ കാലം എന്നാണെന്ന് നിഷ്കൃഷ്ടമായി തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ചുരുക്കത്തിൽ മനുഷ്യബുദ്ധിക്ക് എന്നെന്നു വ്യക്തമായി കാലനിർണയം ചെയ്യാൻ കഴിയാത്ത ഒരു കാലം മുതൽ തന്നെ മനുഷ്യബുദ്ധിക്ക് ചുരുക്കത്തിൽ എന്നെന്ന് വ്യക്തമായി കാലനിർണയം ചെയ്യാൻ കഴിയാത്ത ഒരു കാലം മുതൽ തന്നെ ഈ സത്യം തെളിഞ്ഞു പ്രചരിച്ചു വരുന്നു എന്ന് സമ്മതിച്ചേ തീരൂ. തുടർന്ന് ആ സത്യത്തെക്കുറിച്ച് പഠിക്കുകയും അർപ്പണബുദ്ധിയോടെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത സകലർക്കും ഉപനിഷത്ത് സത്യം അതുപോലെ ഇന്നുവരെ തെളിഞ്ഞിട്ടുമുണ്ട്. ആ പരമ്പരയിലെ ധീരനായ ഒരു സത്യദർശിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. എല്ലാ സത്യദർശികൾക്കും തെളിഞ്ഞിട്ടുള്ള വസ്തുരഹസ്യം ഒന്നു തന്നെ. നിലനിൽപ്പിന് ചിത്തും ജഡവും എന്ന് 2 ഘടകങ്ങളേയുള്ളൂ. അവയിൽ ചിത്ത് സത്യവും ജഡം ഭ്രമവും. ഇതത്രേ ആ വസ്തുരഹസ്യം. ഇത് അനേകകാലമായി പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെടുന്നുണ്ട് എന്ന വസ്തുതയാണ് ഗുരുദേവൻ 5-ാം പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.